ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭാഗവതം സത്സംഗ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും പാതാരവിന്ദങ്ങളിൽ എൻ്റെ ഉന്നതമായ പ്രണാമം. എല്ലാവരുടെയും അനുഗ്രഹം വേണം ഭഗവാനെ കുറിച്ചൊരു വാക്ക് പറയുന്നതിലേക്ക് വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാം ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണാ രഘുനാഥാന്വിതാം സജീവം സാദ്വൈതം സാവധൂതം പരിജനാ സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാ കൃഷ്ണ പാദാൻ സഹഗണാ ലളിതാ ശ്രീ വിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ വിഷ്ണു വിഷ്ണു പ്രേഷ്ഠായ ശ്രീമതേ ജയപതാക സ്വാമി നമോചാര്യ പ്രദായ ഗ്രഹപ്രദായ ഗൗരവദാമതായ നമോ വിഷ്ണു കൃഷ്ണ പ്രേഷ്ഠായ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നമസ്തേ സരസ്വതി ഗൗരവാൻ പ്രചാര വിശേഷ പാശ്ചാത്യ ദേശത്തായ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. കുറച്ച് ചുമയുടെ ബുദ്ധിമുട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. നമുക്ക് ശ്രീമദ് ഭാഗവതം അധ്യായം ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 7 20 21 ശ്ലോകങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീ നിത്യം ഭാഗവത സേവനം ഉത്തമ ശ്ലോകേ ഭക്തി മുഖം കരോതി വാചാലം ബന്ധം ലംഘയതി ത്രിപാദമഹം വന്ദേ ശ്രീ ഗുരും ദീനധാരിണ പരമാനന്ദം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 20. അധോപസ്പൃശ്യ സലിലം സന്തതേത സമാഹിത അജാനന്നപി സംഹാരം പ്രാണകൃച്ഛ ഉപസ്ഥിതേ. അധോപസ്പൃശ്യ സലിലം സന്തതേത സമാഹിത അജാനന്നപി സംഹാരം പ്രാണകൃച്ഛ ഉപസ്ഥിതേ. അധോപസ്പൃശ്യ സലിലം സന്തതേത സമാഹിത അജാനന്നപി സംഹാരം പ്രാണകൃച്ഛ ഉപസ്ഥിതേ. വിവർത്തനം. വിവർത്തനം. തന്റെ ജീവൻ അപകടത്തിലാകയാൽ അണ്വായുധങ്ങളെ പോലുള്ള അത്തരം ആയുധങ്ങൾ എപ്രകാരമാണ് പിൻവലിക്കേണ്ടതെന്ന് അറിയാതിരുന്നിട്ടും പരിശുദ്ധീകരണാർത്ഥം ജലം സ്പർശിച്ച് അവ പ്രയോഗിക്കാനുള്ള മന്ത്രോച്ചാരണങ്ങൾ അവൻ
മനസ്സിനെ ഏകാഗ്രമാക്കി. ഭാവാർത്ഥം: ഭൗതിക കർമ്മങ്ങളുടെ സൂക്ഷ്മ രൂപങ്ങൾ ഭൗതിക കൃത്രിമങ്ങളുടെ സ്ഥൂല മാർഗങ്ങളെക്കാൾ ലോലമാണ്. അത്തരം ഭൗതിക കർമ്മങ്ങളുടെ സൂക്ഷ്മ രൂപങ്ങൾ ശബ്ദ പവിത്രീകരണത്തിലൂടെ സാധ്യമാക്കപ്പെടുന്നു. മന്ത്രോച്ചാരണത്താൽ അണ്വായുധങ്ങളുമായി പ്രവർത്തിക്കാൻ അതേ മാർഗമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ശ്ലോകം 21. തദാ പ്രാദുഷ്കൃതം തേജ പ്രചണ്ഡം സർവതോദിശം പ്രാണാപദമപി പ്രേക്ഷ്യ വിഷ്ണും ജിഷ്ണുരുവാചഃ. തദാ പ്രാദുഷ്കൃതം തേജ പ്രചണ്ഡം സർവതോദിശം പ്രാണാപദമപി പ്രേക്ഷ്യ വിഷ്ണും ജിഷ്ണുരുവാചഃ. തദാ പ്രാദുഷ്കൃതം തേജ പ്രചണ്ഡം സർവതോദിശം പ്രാണപദമപി പ്രേക്ഷ്യ വിഷ്ണും ജിഷ്ണുരുവാചഃ. ഭാവാർത്ഥം: ഉടൻ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രദീപ്തി സർവ്വദിശകളിലും പ്രസരിച്ചു. സ്വജീവിതം അപകടത്തിലാകുമെന്ന് ഭയപ്പെടും വിധം തീഷ്ണമാകയാൽ അർജുനൻ സ്വയം സമർപ്പണം ചെയ്ത് ശ്രീകൃഷ്ണ ഭഗവാനെ അഭിസംബോധന ചെയ്യാൻ ആരംഭിച്ചു. ഹരേ കൃഷ്ണ. ഇപ്പം നമ്മള് 7-ാമത്തെ അധ്യായം വരെ എത്തി. 7-ാമത്തെ അധ്യായത്തില് നമ്മള് അറിയാം, ആദ്യം തന്നെ വ്യാസദേവൻ എന്ത് ചെയ്തു? നാരദ മഹർഷി വ്യാസദേവന് നിർദ്ദേശങ്ങളെല്ലാം നൽകിയതിനു ശേഷം അദ്ദേഹം യാത്രയായി. അതിനുശേഷം വ്യാസദേവൻ എന്താണ് നദിയുടെ തീരത്ത് ധ്യാനത്തിലിരുന്നു. സരസ്വതി നദിയുടെ തീരത്ത് അദ്ദേഹം ധ്യാനത്തിലിരുന്നു. അപ്പോൾ ഭഗവാനെ അദ്ദേഹം ദർശിച്ചു. ഭഗവാനെ ദർശിച്ചത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക ശക്തിയോടൊപ്പം കണ്ടു. ഭഗവാന് 2 ശക്തിയുണ്ട്, നമുക്കറിയാം. അന്തരംഗ ആധ്യാത്മിക ശക്തിയുമുണ്ട്, ഭൗതിക ശക്തിയുമുണ്ട്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? നമ്മളെ നിയന്ത്രിക്കുന്നത് എന്താണ്? ഭൗതിക ശക്തിയാണ്, അല്ലെ? അപ്പൊ ഭൗതിക ശക്തിയെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പൊ ആ ഭൗതിക ശക്തിയോട് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാനെ വ്യാസദേവൻ ദർശിച്ചു. ഭഗവാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളതാണ് ഭൗതിക ശക്തി. വ്യാസദേവൻ അങ്ങനെ അവര് ഭൗതിക ശക്തിയോടൊപ്പം ഭഗവാനെ ദർശിക്കാനുണ്ടായത്. ഭക്തിയോഗം കൊണ്ട് ഭൗതിക ശക്തിയുടെ ദുഃഖങ്ങളെ തരണം ചെയ്യാനാകുമെന്ന് എല്ലാവർക്കും അറിയില്ല. അതുകൊണ്ട് വ്യാസദേവൻ എന്ത് ചെയ്തു? ശ്രീമദ് ഭാഗവതം അത് മനസ്സിലാക്കി കൊടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ശ്രീമദ് ഭാഗവതം രചിച്ചു. അതിനുശേഷം വ്യാസദേവനാണ് ശുകദേവ് ഗോസ്വാമിക്ക് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത്. വ്യാസദേവന്റെ മകനാണ് ശുകദേവ് ഗോസ്വാമി. അദ്ദേഹം ആത്മാരാമനാണ്. സ്വയം ആനന്ദം അല്ലെങ്കിൽ സന്തുഷ്ടി ഉണ്ടാകുന്ന, അതായത് ഭഗവാനുമായിട്ടുള്ള ബന്ധം ഉള്ള വ്യക്തിയാണ്. എങ്കിലും വ്യാസദേവൻ അദ്ദേഹത്തിന് ശ്രീമദ് ഭാഗവതം പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതൊരു അദ്ദേഹത്തിന് എങ്ങനെ ആത്മാരാമനാണല്ലോ, പിന്നെ എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്ന് തോന്നും, അല്ലെ? പക്ഷെ അങ്ങനെയുള്ളവർ പോലും ആകൃഷ്ടരാകുന്നതാണ് എന്തെന്ന് പറയുന്നത് ഭഗവാന്റെ കഥകൾ അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തില് ആകൃഷ്ടരാകും. അതിനുശേഷം എന്താണ്? അശ്വത്ഥാമാവിനെ പിടികൂടുന്ന ഇതാണ് പറയുന്നത്. അതായത് പരീക്ഷത്തിന്റെ ജനനത്തിലേക്ക് നയിക്കുന്നതാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ദ്രൗപദിയുടെ ഉറങ്ങിക്കിടക്കുന്ന 5 പുത്രന്മാരെ ആരോപിച്ച് അശ്വത്ഥാമാവ് കൊല്ലുന്നു. കാരണം പാണ്ഡവരെ വധിക്കാൻ അശ്വത്ഥാമാവിന് കഴിയില്ല. ദുര്യോധനെ സംതൃപ്തനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാണ്ഡവരുടെ പുത്രന്മാരെ 5 പേരെയും ഉറങ്ങിക്കിടക്കുന്ന അവസരത്തില് അശ്വത്ഥാമാവ് വധിക്കുന്നത്. എല്ലാം ധർമ്മത്തിനെതിരായിട്ടാണ് അശ്വത്ഥാമാവ് ചെയ്യുന്നത്, അല്ലെ? അപ്പോ ദുര്യോധനെ സന്തോഷിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്താലാണ് അദ്ദേഹം അത് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ദുര്യോധനന് എന്താണ് പറ്റിയത്? ദുര്യോധനന് സങ്കടമാണ് ഉണ്ടായത്, അല്ലെ? സന്തോഷിച്ചില്ല. കാരണം ഇനി ആ പരമ്പര കൊണ്ടുപോകാനായിട്ട് ആളില്ലാതാകും എന്നുള്ള ദുഃഖത്തിലായിരുന്നു ദുര്യോധനൻ. അപ്പോ എന്ത് പറ്റി? അതിനുശേഷം അർജുനൻ എന്ത് ചെയ്തു? അശ്വത്ഥാമാവിനെ വധിക്കാം എന്ന് ദ്രൗപദിക്ക് വാക്ക് കൊടുക്കുന്നു. എന്നിട്ട് അശ്വത്ഥാമാവിനെ അന്വേഷിച്ചു പോവുകയാണ്. ഇതിലാണ് നമ്മള് ഇതിന് തൊട്ട് മുമ്പ് വരെയുള്ള ശ്ലോകം. അശ്വത്ഥാമാവിനെ എന്ത് ചെയ്തു? അശ്വത്ഥാമാവിന്റെ പിറകെ അർജുനൻ
വരുന്നത് തന്നെ അശ്വത്ഥമാവ് പേടിച്ചു. അതിനുശേഷം അദ്ദേഹം എന്താണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ തുടങ്ങുകയാണ്. അല്ലെ, ഇവിടെ ബ്രഹ്മാസ്ത്രം പോലുള്ള അസ്ത്രം എന്ന് പറയുന്നത് എങ്ങനെ സൃഷ്ടിക്കണമെന്നും ബ്രഹ്മബന്ധുവായിട്ടുള്ള അശ്വത്ഥമാവിന് അറിയാം. അശ്വത്ഥമാവിനെ ബ്രഹ്മബന്ധു എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ശ്ലോകത്തിൽ അതിനെക്കുറിച്ച് മദൻ നന്നായിട്ട് പറഞ്ഞിരുന്നു. അതായത് ഒരു എന്താണ് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നത് കൊണ്ട് മാത്രം ഒരാള് എന്താകുന്നില്ല, ബ്രാഹ്മണനാകുന്നില്ല. അത് എന്താണ് അതിന് അങ്ങനെയുള്ളവരെ നമ്മൾ ബ്രഹ്മബന്ധു, ദ്വിജബന്ധു എന്നൊക്കെയാണ് പറയുന്നത്. ആ ക്വാളിറ്റി ഇല്ലാത്തവർ. ഇപ്പം അശുദ്ധമാവിനെ ഇവിടെ ബ്രഹ്മബന്ധു എന്നാണ് പറയുന്നത്. അങ്ങനെ എന്താണ് അദ്ദേഹത്തിന് അറിയാം എന്താണ് ബ്രഹ്മാസ്ത്രം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നറിയാം, നിർമ്മിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. പക്ഷെ അതിനെ പിൻവലിക്കേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ദ്രോണപുത്രനാണ്, ഗുരുപുത്രനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, ഇത് വളരെ അപൂർവമായിട്ടുള്ള അത്രയും അത്യാവശ്യമായ അവസരങ്ങളിൽ മാത്രമാണ് ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ടത് എന്നെല്ലാം അദ്ദേഹത്തിന് അറിയെങ്കിലും ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട് എന്താണ് പ്രാണകൃച്ച ഉപസ്ഥിതി എന്ന് പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് എന്താണ് വേറെ മാർഗമില്ല. അർജുനൻ പിന്നാലെ ഇങ്ങനെ ഓടി വരുന്നുണ്ട്, അദ്ദേഹത്തിന് വേറെ രക്ഷയില്ല, അദ്ദേഹത്തിനെ എന്തായാലും വധിക്കും എന്നുറപ്പുള്ളത് കൊണ്ട് അങ്ങനെ വേറെ ഒരു മാർഗവും ഇല്ല എന്നൊരവസ്ഥ വന്നപ്പോഴാണ് അശ്വത്ഥമാവ് എന്ത് ചെയ്യുന്നത്, ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചത്. അതേപോലെ പറയുന്നുണ്ട് അജാനൻ അഭിസംഹാരം എന്ന്. അതായത് എങ്ങനെ പിൻവലിക്കണമെന്ന് അശ്വത്ഥമാവിന് അറിയില്ല. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നവർക്ക് അറിയണം അത് എങ്ങനെ പ്രയോഗിക്കണമെന്നും വേണ്ടെങ്കിൽ അതിനെ എങ്ങനെ എപ്പോഴും അതിനെ പിൻവലിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ബ്രഹ്മാസ്ത്രം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ പറയുന്നുണ്ട് അധോപസ്പൃശ സലിലം. ഈ മന്ത്ര ഇതെന്താണ് വളരെ ശക്തമാണ് അല്ലെ, മന്ത്രം എപ്പോഴും ശക്തമാണ്. അത് മന്ത്രം ഉപയോഗിച്ച് വെള്ളത്തിൽ സ്പർശിച്ചുകൊണ്ടാണ് നിർമ്മിക്കാൻ തുടങ്ങിയത് അല്ലെ. പറയുന്നുണ്ട് രാമായുധങ്ങളെ പോലുള്ള അത്തരം ആയുധങ്ങൾ എപ്രകാരമാണ് പിൻവലിക്കുന്നത് അറിയാതിരുന്നിട്ട്. അതായത് അദ്ദേഹത്തിന് ഈ ഇത് വേറെ രാസപദാർത്ഥങ്ങളൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഒന്നുമല്ല, എന്താണ് ജലത്തിൽ സ്പർശിച്ചുകൊണ്ട് മന്ത്രം ഉരുവിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ബ്രഹ്മാസ്ത്രം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ബ്രഹ്മാസ്ത്രത്തിനെ നിർമ്മിക്കുന്നത് അല്ലെ. നമ്മളും അങ്ങനെ ഒരു മന്ത്രം നമ്മൾ ജപിക്കാറുണ്ടല്ലേ. അതെപ്പോഴാണ് നമ്മൾ രാവിലെ എന്താണ് ആചമനം ചെയ്യുന്ന സമയത്ത് നമ്മളും ഈ ജലത്തിലെ ഇങ്ങനെ മുകളിൽ സ്പർശിച്ചുകൊണ്ട് നമ്മൾ മന്ത്രം ജപിക്കും. എന്താണ് ഓം അപവിത്രോ പവിത്രോവായ സർവവസ്തംഗതോപിവ യസ്മരൻ പുണ്ടരീകാശ സവാഹ്യ കേന്ദ്ര ശുചി. ഈ മന്ത്രം നമ്മളും ജപിക്കാറുണ്ടല്ലേ. പക്ഷെ നമ്മൾ അതിൽ എത്രത്തോളം പ്രാധാന്യം ആ മന്ത്രത്തിന് കൊടുത്തുകൊണ്ടാണ് ജപിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം മന്ത്രത്തില് അതായത് ജലത്തിൽ നമ്മൾ ഇങ്ങനെ സ്പർശിച്ച മന്ത്രത്തിനെ എന്താണ് പെട്ടെന്ന് ഇത് ചെയ്യാനുള്ള പവർ എന്തുകൊണ്ട് ജലത്തിനുണ്ട്. അപ്പൊ നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധയോടും ശുദ്ധതയോടും കൂടി വേണം നമ്മൾ അങ്ങനെ മന്ത്രം ജപിക്കേണ്ടത്. ആ മന്ത്രം ആ ജലത്തിൽ ആവാഹിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് പവിത്രീകരണത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മളിങ്ങനെ ഇതെടുത്തതിന് ശേഷം ഈ മന്ത്രം പറഞ്ഞ് ജലം ഇതിനെ ആവാഹിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കയ്യിലെടുത്തിട്ട് നമ്മളിങ്ങനെ പറയും ഓം കേശവായ നമഃ. നമ്മളങ്ങനെ മന്ത്രം പറഞ്ഞ് നമ്മൾ ആചമനം ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ജലത്തിൽ നോക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ന് പറയുന്നത് ഓം കേശവായ നമഃ അങ്ങനെ പറഞ്ഞിട്ട് വേണം നമ്മൾ ജലം കുടിക്കേണ്ടത്. അപ്പോഴെന്താണ് ആ ജലം എന്താണ് ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ നാമം ആ ജലത്തിൽ ഉണ്ടാവും. അങ്ങനെ അത് എന്താണ് ആ മന്ത്രത്തോടു കൂടിയാണ് നമ്മൾ അതിനെ കുടിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആന്തരികമായിട്ട് നമ്മൾ ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അത്രയും ശ്രദ്ധയോടുകൂടി വേണം ഓരോ മന്ത്രവും നമ്മൾ പറയേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ മഹാമന്ത്രം അല്ലെ, ഹരേ കൃഷ്ണ മഹാമന്ത്രവും നമ്മൾ ജപിക്കാറുണ്ട്. നമ്മളും ജപിക്കാറുണ്ട്, നമ്മുടെ ആചാര്യന്മാരും അത് തന്നെയാണ് ജപിക്കുന്നത് അല്ലെ. അവരൊക്കെ ജപിക്കുന്നതും ഈ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ഇത് ജപിക്കാറുണ്ട്. ഹരിദാസ് ഠാക്കൂറും ഈ മന്ത്രം തന്നെയാണ് ജപിച്ചിരുന്നത്. അദ്ദേഹമാണ് 3 ലക്ഷം പ്രാവശ്യം എന്താണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു ദിവസം ജപിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് എന്താണ് ഒരു വേശ്യ സ്ത്രീ വന്നിട്ട് പറയും, അദ്ദേഹത്തിനോട് ആഗ്രഹം പറയുകയും. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, ഞാൻ എന്നെ നാമജപം തീരട്ടെ, അതിനുശേഷം ഞാൻ നിങ്ങൾ പറയുന്ന ആഗ്രഹം സാധിച്ചു തരാം എന്ന് പറയും. പക്ഷേ
എന്താണ് അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയും ആ നാമത്തില് പൂർണ്ണത കൈവരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിഞ്ഞത്. അവിടെ വന്നിരുന്ന ആ സ്ത്രീയെ എന്താണ് നാമം ഒരു ഭക്തയാക്കി മാറ്റാൻ കഴിഞ്ഞത് അല്ലെ. അതായത് നമ്മള് നാമം ജപിക്കുമ്പോൾ നമുക്ക് അത്രയും ശ്രദ്ധയോടെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ നാമം ജപിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണത കൈവരിക്കാൻ പറ്റും. അങ്ങനെ പൂർണ്ണത കൈവരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കും പറയാൻ പറ്റും. എന്റെ നാമജപം തീർന്നിട്ടേ എനിക്ക് വേറെ എന്തും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്താണ്? ഇഹ ഹൈദേ സർവസിദ്ധി ഹൈവേ തുമാര. ചൈതന്യ ഭാഗവതി പറയുന്നതാണ്. അതായത് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, കേവലം നമ്മൾ ഒന്ന് ജപിച്ചാൽ മാത്രം മതി, നമുക്ക് എന്ത് പറ്റും? ജീവിത വിജയം ലഭിക്കും എന്നാണ്. സർവസിദ്ധി ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോ മഹാപ്രഭുവിന്റെ അനുഗ്രഹവും എന്താണ് ദയൊക്കെ ഉള്ളത് കൊണ്ടാണ് മഹാപ്രഭുവിന്റെ ദാനമാണല്ലേ നമുക്ക് ഈ മഹാമന്ത്രം കിട്ടിയത്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഹരേ രാമ അങ്ങനെ തുടങ്ങിയാണ് മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് സ്മാർട്ട് ബ്രാഹ്മണർക്ക് അത് ഇഷ്ടമായില്ല. അവർ പറഞ്ഞു ഈ മന്ത്രം അങ്ങനെ എല്ലാവർക്കും ജപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മഹാപ്രഭുവിന്റെ കാരുണ്യത്താലാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മഹാമന്ത്രം നമുക്ക് കിട്ടിയത്. ഈ മന്ത്രം നമ്മൾ ജപിച്ചാൽ തന്നെ നമുക്ക് എന്താണ്? സർവസിദ്ധി നമുക്ക് ലഭിക്കുമെന്നാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് അത്രയും ശ്രദ്ധയോടെയും പൂർണ്ണതയോടെയും ജപിച്ചാലുള്ള ഗുണം എന്താണ് അല്ലെ? അപ്പം അതിനാൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം എപ്പോഴും. നാമം ജപിക്കുമ്പോൾ നമ്മൾ എന്താണ്? ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഭഗവാൻ നമ്മുടെ എന്താണ്? നാമം ജപിക്കുമ്പോൾ നമ്മുടെ നാവിൽ നൃത്തം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ആ ശ്രദ്ധയോടുകൂടി നമ്മൾ നാമം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെന്താണ്? നിയന്ത്രിതമായ തത്വങ്ങൾ, അതായത് നമ്മൾ നിയമങ്ങളൊക്കെ പാലിച്ച് അത് ആ ശ്രദ്ധയോടുകൂടി അങ്ങനെ നമ്മൾ നാമം ജപിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്? പൂർണ്ണതയിൽ എത്താൻ കഴിയും എന്നാണ് പറയുന്നത്. അല്ലാതെ നാമം ജപിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക? നമുക്ക് എപ്പോഴും വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ആ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അതല്ല എന്നുണ്ടെങ്കിൽ ശിലപ്രഭുപാദ് ഒരു ഇത് പറയുന്നുണ്ട്, ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് ശിലപ്രഭുപാദിന്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ഘോഷ് എന്ന് പറഞ്ഞു, പലരും കേട്ടിട്ടുണ്ടായിരിക്കുന്നത്. അദ്ദേഹം ലക്നൗ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ബിൽഡിങ്ങില് എന്താണ് കുറച്ച് പേര് പാമ്പ് കടിയേറ്റു, അങ്ങനെയൊക്കെ ഒരു കംപ്ലൈന്റ് വരും. ആ സമയത്ത് അവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ തീരുമാനിക്കുക ഒരു പാമ്പാട്ടിയെ വിളിച്ചിട്ട് എന്താണ് ഈ പാമ്പുകളെയൊക്കെ അവിടുന്ന് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പാമ്പാട്ടിയെ വിളിച്ച് അയാൾ വന്നു. ഈ പാമ്പിനെയൊക്കെ എന്ത് ചെയ്തു? ഇങ്ങനെ ഊതി കൊള്ള വെച്ചിട്ട് അവരിങ്ങനെ ഒരു ഇത് പാടുമല്ലോ, അത് ചെയ്തിട്ട് പാമ്പുകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. പക്ഷേ ഈ ഡോക്ടർ ഘോഷിനും കുറച്ച് സുഹൃത്തുക്കൾക്ക് ഇതെന്താണ്, ഇതിൽ അത്ര വിശ്വാസം വന്നില്ല. അവര് എന്താണ് ഇത് വിശ്വസിച്ചില്ല. ഇതെന്തോ ഒരു മന്ത്രജാലമാണ്, മായാവിദ്യ കാണിക്കുന്നതാണ്, അല്ലാതെ ഇതില് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഈ പാമ്പട്ടിയെ അന്വേഷിച്ച് അവര് പോകും. പോയിട്ട് അയാളെ കണ്ടുപിടിച്ചിട്ട് അയാളുടെ അടുത്ത് പറയും, നിങ്ങളുടെ പാമ്പുകൾക്കൊന്നും എന്താണ് ഈ വിഷമൊന്നുമില്ല, നിങ്ങൾ വെറുതെ ഇങ്ങനെ കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാവും അദ്ദേഹത്തിനെ ടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ് എന്ന് മനസ്സിലായിട്ട് അദ്ദേഹത്തിന്റെ കൂടെയിൽ ഒരുപാട് പാമ്പുകൾ ഉണ്ടായിരുന്നു. അതില് ഇവരിങ്ങനെ വന്നിട്ട് ഇവര് എടുത്തിട്ട് കണ്ടില്ലേ ഈ പാമ്പിന് വിഷമൊന്നുമില്ല, ഇതിന് വിഷപ്പല്ലില്ല, അങ്ങനെയൊക്കെയാണ്, നിങ്ങൾ പറ്റിക്കുന്നതാണെന്നൊക്കെ പറയും. അപ്പോ എന്ത് ചെയ്യും? പാമ്പാട്ടി മിണ്ടാതിരിക്കും. അപ്പൊ വീണ്ടും ഇവരിങ്ങനെ സംസാരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കൂടെയിൽ നിരവധി കുറെ പാമ്പുകൾ ഉണ്ടായിരുന്നു. ആ പാമ്പിനെ എല്ലാം തുറന്നു വിടും. അപ്പൊ നോക്കുമ്പോ ഈ പാമ്പുകളെല്ലാം കൂടി എന്താണ് ആ മുറ്റത്തെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ തുടങ്ങും. അപ്പൊ ഇവരെല്ലാം പേടിക്കും, എന്താ ചെയ്യേണ്ടതെന്ന് എവർക്കും അറിയാതെ എവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടാൻ തുടങ്ങും. വിഭ്രാന്തരാവും അവരും ഇതെല്ലാത്തിനെയും ഒരുമിച്ച് കാണുമ്പോൾ. ആ സമയത്ത് ഇദ്ദേഹം പറയും, നിങ്ങൾ ആരും പേടിക്കണ്ട, എന്താണ് അതിനെല്ലാം ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് എന്താണ് ഈ പാമ്പുകളൊന്നും നിങ്ങളെ ഒന്നും ഉപദ്രവിക്കില്ല എന്ന് പറയും. അതുപോലെയാണ് നമ്മൾ എന്താണ് അതില് നമ്മളൊരു കാര്യത്തില് നമ്മൾ വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? അദ്ദേഹം ആ പാമ്പിനെ എല്ലാം വീണ്ടും ഈ ഇതൊക്കെ ഊതിയിട്ട് ആ ശബ്ദം കൊണ്ട്, ശബ്ദത്തിന്റെ ആ പവർ അങ്ങനെയാണ്, ശക്തിയാണ് ശബ്ദത്തിന് ഏതായിരുന്നാലും. അപ്പൊ അതിൽ വെച്ചിട്ട് വീണ്ടും അദ്ദേഹം ആ പാമ്പുകളെല്ലാം വിരിച്ച് ഈ കൂട്ടയ്ക്കകത്താക്കും. അതായത് നമ്മള് ഈ തിരികെ ഈ പാമ്പുകളെ ഈ ശബ്ദം കേൾക്കുമ്പോൾ അതെല്ലാം കൂട്ടിനകത്ത് വന്ന് പറ്റതുപോലെ
അതൊരു മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലും ആ ഒരു ശബ്ദത്തിന്റെ പ്രാധാന്യം അത്രയാണ്. നമ്മൾ മഹാമന്ത്രത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ട് ജപിച്ച് നമ്മൾ നാമം ജപിക്കുന്ന സമയം നമ്മൾ നാമം ശ്രവണവും കീർത്തനവും രണ്ടും ഒരുമിച്ച് നടക്കണം. നമ്മൾ നാമം ജപിക്കുമ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ചെവി കൂടി ശ്രദ്ധയോട് കേൾക്കുകയും ചെയ്യും. ഇത് അങ്ങനെ നമ്മൾ ശ്രദ്ധയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പരിപൂർണതയിൽ എത്താമെന്നാണ് പറയുന്നത്. അത് നമുക്കൊരു മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് എന്താണ് വിശ്വാസവും ശ്രദ്ധയും ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ഇത് മറ്റൊരു ഭൗതിക കാര്യമാണെങ്കിൽ ഈ മഹാമന്ത്രം എന്ന് പറയുന്നത് എന്താണ് ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിക്ക് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ എന്താണ് ശരിയായ യാതൊരു കുറ്റവും ഒരു കുറവ് അതൊന്നും ഇല്ലാതെ നമ്മള് നാമം ജപിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം എന്തായി തീരും, ഇല്ലാതായി തീർക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 10 അപരാധങ്ങളില്ലാതെ നാമാപരാധങ്ങളില്ലാതെ നമ്മൾ തത്വം അനുസരിച്ച് ജപിച്ചാൽ ഈ മന്ത്രം നമ്മളെ ഭഗവാനായിട്ട് പരമപുരുഷനായിട്ടുള്ള ഭഗവാനുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കും. ഇതാണ് മന്ത്രത്തിന്റെ ശക്തി. നമുക്കറിയാം, നമ്മളെല്ലാവരും ദീക്ഷ ഒരുപാട് പേര് ഇതിൽ ദീക്ഷ എടുത്തിട്ടുള്ളവരാണ്. ദീക്ഷ എടുത്തിട്ടുള്ളവരായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും നമ്മളൊരു നിശ്ചിത റൗണ്ട് നമ്മൾ ജപിക്കാറുണ്ട്. ആ നാമം നമ്മൾ എന്ത് ചെയ്യും, ആ ശ്രദ്ധ നമ്മൾ അത്രയും ശ്രദ്ധയോടുകൂടി ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ നാമം നമ്മളെ മായയിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. അത് സത്യമാണെന്ന് ശ്രീല പ്രഭുപാദൻ പറഞ്ഞിട്ടുണ്ട്, ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് നമ്മുടെ ആചാര്യന്മാര്. അതുപോലെ ഭക്തി സിദ്ധാന്ത സരസ്വതി, ശ്രീല പ്രഭുപാദിന്റെ ഗുരുവായിട്ടുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്താണ് അടുത്തൊരു ജന്മത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുമല്ലോ, ഈ ജന്മത്തിൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അടുത്ത ജന്മം നമുക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നമുക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റും എന്ന് പറയാനുണ്ട്. പക്ഷെ നമ്മൾ അടുത്ത ജന്മത്തിന് വേണ്ടി കാത്തിരിക്കാൻ പാടില്ല. ഈ ജന്മത്തിൽ തന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ നമുക്ക് ഒരു പക്ഷേ നമ്മൾ ഭക്തിയിൽ കുറെ പുരോഗമിച്ചു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ നിന്നും വിട്ടുപോയി. ഒരു പക്ഷേ നമ്മൾ വിട്ടുപോവുകയാണ് എങ്കിൽ കൂടിയും നമുക്ക് അടുത്തൊരു ജന്മം അതിനനുസരിച്ചിട്ട് ഭഗവാൻ നമുക്ക് തരും. ഭഗവാന്റെ ഒരു നാമം ജപിച്ചാൽ പോലും ഭഗവാൻ അത് മറക്കാറില്ല, അല്ലെ? അപ്പൊ നമ്മൾ നാമം ജപിക്കുമ്പോൾ ഇത്രയും പുരോഗതി വന്ന് നമ്മൾ അല്ലെങ്കിൽ കുറച്ച് നാമമൊക്കെ ജപിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി നമുക്ക് എന്താണ് അടുത്തൊരു ജന്മം ഒരു ബ്രാഹ്മണ കുലത്തില് ജനിക്കാൻ, ഭക്തരായിട്ടുള്ള ഒരു ബ്രാഹ്മണ കുലത്തിൽ നമുക്കൊരു പക്ഷേ ജനിക്കാൻ കഴിയും. പക്ഷേ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ മഹാരാജ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ അവസരം നമ്മൾ ഉപയോഗിക്കണം. അത് നമുക്ക് ഭഗവത്ഗീതയിൽ 6:41 ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പ്രാപ്യ പുണ്യകൃതം ലോകാനുഷിതോ ശാശ്വതി സമ ശുചീന ശ്രീമതാം ഗേഹേ യോഗ ഭ്രഷ്ട അഭിജായതേ. അതായത് അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്നയാൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളോടെയോ ധനികരുടെയോ കുടുംബത്തിൽ വീണ്ടും പിറക്കുന്നു എന്ന് നമുക്ക് ഭഗവത്ഗീതയിൽ ഭഗവാനും പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് അടുത്തൊരു ജന്മം നമുക്ക് നമ്മള് ഉപരിലോകങ്ങളിൽ പുരോഗതി ഓരോരുത്തരിലും ഓരോ രീതിയിലാണ്. നമ്മൾ ഈ ജന്മം ചിലപ്പോ കുറെ നല്ല പുരോഗതി പ്രാപിച്ചിട്ടായിരിക്കാം വീണു പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ ജസ്റ്റ് നമ്മൾ കുറച്ച് നാമം ജപിച്ച് അത്രേ ഉണ്ടായിരിക്കുള്ളൂ. ഏത് രീതിയിലായിരുന്നാലും അങ്ങനെയാണെങ്കിൽ ഉപരിലോകങ്ങളിലേക്ക് പോകും. പോയതിനു ശേഷം വീണ്ടും എന്ത് ചെയ്യണം, ഭൂമിയിലേക്ക് തിരിച്ചു വരണം. ഭൂമിയിൽ തിരിച്ചു വന്ന് നമ്മൾ ഇവിടെ വീണ്ടും ഒരു ഭക്തരുടെ കുടുംബത്തിൽ ജനിച്ചു. പക്ഷെ എന്ത് പറ്റാം, നമുക്ക് അവിടെ എന്താണ് പരാജയം പറ്റാൻ സാധ്യതയുണ്ടല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഇതിലിപ്പോ നമ്മളിപ്പോ വന്നു, ഇപ്പൊ നാമമൊക്കെ ജപിക്കുന്നുണ്ട്, ഇനി എന്താണ് അടുത്ത ജന്മത്തിൽ നമുക്ക് ഇതേപോലെ ഒരു ജന്മം കിട്ടും, അടുത്തൊരു നല്ല ഭക്തരുടെ കുടുംബത്തിൽ കിട്ടും, അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കരുത്. ആ ജന്മത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും ഒരുപക്ഷെ നമുക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. ഇത്രയും സുഖ സൗകര്യങ്ങളും ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണ് ഭക്തിയിൽ പുരോഗമിക്കാൻ നമുക്ക് തോന്നിയണമെന്നില്ല, അല്ലെ? നമുക്ക് അപ്പോഴും മായ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അതുപോലെ എന്താണ് അശുദ്ധമാവിയുടെ എന്താണ് ജലം സ്പർശിച്ചുകൊണ്ട് നമ്മള് ഇത് പറയാനുണ്ടായ കാരണം വെച്ചാൽ മന്ത്രത്തിന്റെ പ്രാധാന്യം, ശബ്ദത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ മന്ത്രത്തിനെ കുറിച്ച് പറഞ്ഞത്.
അപ്പൊ അശുദ്ധമാവും എന്താണ്? ജലം സ്പർശിച്ചുകൊണ്ടാണ് മന്ത്രം പറഞ്ഞതേ ഉള്ളൂ. അതില് വേറെ ഇത് എന്താണ്, ആ ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് രാസവസ്തുക്കളൊന്നും ചേർത്ത് അങ്ങനെയൊന്നും അദ്ദേഹം അതിനൊന്നും പോകാതെ ജലത്തിൽ സ്പർശിച്ചുകൊണ്ട് മന്ത്രം പറഞ്ഞപ്പോഴാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ബ്രഹ്മാസ്ത്രം വരുന്നത്. അതെ, അപ്പോ മന്ത്രത്തിന് അത്രയും പവർ ഉണ്ട്. നമുക്കറിയാം, നമ്മള് ഈ കലശമൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓരോ വിശേഷത്തിൽ നമ്മൾ കലശം വയ്ക്കാറുണ്ട് അല്ലെ. ആ കലശത്തില് എന്താണ്, ജലം വെച്ചിട്ട് അതില് ഈ എന്താണ് ദർഭപ്പുല്ലിട്ടിട്ട് മന്ത്രം പറഞ്ഞ്, അങ്ങനെയാണ് കലശത്തില് ഈ ദർഭപ്പുല്ലിൽ കൂടി നമ്മൾ മന്ത്രം ആ ജലത്തിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം ശുദ്ധീകരണത്തിനായിട്ട് എല്ലാ സ്ഥലത്തും തളിച്ച് ശുദ്ധീകരിക്കും. അതായത് നമുക്ക് ജലത്തില് എന്താണ്, അത്രയും പവറാണ് ജലത്തിലേക്ക് പെട്ടെന്ന് തന്നെ മന്ത്രത്തിന്റെ ആ ശക്തി ആവാഹിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പണ്ട് ഇവരും എന്താണ്, ഈ യുദ്ധ സമയത്ത് ഇങ്ങനെയാണ് അല്ലെ, മന്ത്രം പറഞ്ഞിട്ടാണ് ഓരോ അമ്പ് എയ്യുന്നത്. അപ്പൊ അതിന് ആ മന്ത്രത്തിനും ആ ശബ്ദത്തിനും അത്രയും പ്രാധാന്യമാണ്. ശബ്ദത്തിന് നമുക്കറിയാം, നമ്മൾ നാമം ജപിക്കുമ്പോൾ തന്നെ നമ്മൾ നമുക്ക് എന്താണ്, കേൾക്കുകയും കൂടി ചെയ്യുമ്പോൾ അതിൽ കേൾവിയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമ്മുടെ മന്ത്രം നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ വേറെ സ്ഥലത്തോട്ട് അധികം പോകാറില്ല. നമ്മൾ നാമം ജപിക്കും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് പറയുന്ന സമയം നമ്മൾ ആ നാമം ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ എന്തായിരിക്കാം, നാട്ടിൽ പോവും, വീട്ടില് അമ്മയുടെ അടുത്ത് പോവും, അല്ലെങ്കിൽ അച്ഛന്റെ അടുത്ത് പോവും, സഹോദരങ്ങളുടെ അടുത്ത് പോവും, പിന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള പല പല കാര്യങ്ങളിലേക്ക് പോവും. ഇതെല്ലാം ചെയ്യും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാമം, നമ്മൾ പറയുന്ന നാമം എല്ലാം ഞാൻ പറയുന്നുണ്ടോ എന്നുള്ളൊരു ശ്രദ്ധയും കൂടെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ സമയം എന്താണ്, നമ്മുടെ ശ്രദ്ധ വേറെയിലേക്ക് പോവില്ല. അപ്പൊ മന്ത്രം ശബ്ദത്തിന് വളരെ പ്രാധാന്യമാണ്. അങ്ങനെ നമ്മൾ 10 അപരാധങ്ങളൊന്നും ഇല്ലാതെ നാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാപങ്ങളിൽ നിന്ന് മുക്തരാകാൻ കഴിയും. മായയിൽ നിന്ന് അത്രയും എങ്കിലും നമ്മൾ ഗുരു നിർദ്ദേശിച്ചിട്ടുള്ള പോലെയുള്ള അത്രയും നാമം നമ്മൾ ജപിക്കുമ്പോൾ, ശ്രദ്ധയോടുകൂടി ജപിക്കുമ്പോൾ നമുക്ക് എന്താണ്, നമ്മള് മായയിൽ അത്രയും അസമയം അകപ്പെടില്ല. ഇതൊക്കെയാണ് നമുക്കറിയാം. 10 അപരാധങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം. എന്താണ്, ഭഗവത് നാമ പ്രചരണത്തിനായിട്ട് സ്വജീവിതം സമർപ്പിച്ച ഭക്തരെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല അല്ലെ, അവരെ നമ്മൾ കളിയാക്കാൻ അങ്ങനെയൊന്നും പാടില്ല. പിന്നെ എന്താണ്, ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ ദേവന്മാരുടെ നാമങ്ങളെ വിഷ്ണുവിന്റെ നാമങ്ങൾക്ക് തുല്യമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടോ നമ്മൾ കരുതാൻ പാടില്ല. ആത്മീയ ഗുരുവിന്റെ ആജ്ഞകൾ നമ്മൾ അനുസരിക്കാതിരിക്കുന്നത്, നമ്മുടെ അടുത്ത് ഗുരു മഹാരാജ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നാമം 16 റൗണ്ട് നാമം ജപിക്കണം, നിയമങ്ങൾ പാലിക്കണം, ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചെയ്യാതിരിക്കുന്നതും ഗുരുവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. പിന്നെന്താണ്, വേദശാസ്ത്രങ്ങളും അവയിൽ അധിഷ്ഠിതമായ വൈദിക സാഹിത്യങ്ങളെയും നിന്ദിക്കുന്നത്, ഒന്നും നിന്ദിക്കാം. പിന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്ര മഹാത്മ്യങ്ങളെ ഭാവനയായി കരുതുന്നത്. നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം, നമ്മളത് നാമം പ്രൊട്ടക്ട് ചെയ്യും, നമ്മൾ സംരക്ഷിക്കും എന്നുള്ളത്. ഭഗവാന്റെ ദിവ്യനാമങ്ങൾക്ക് ഭൗതിക വ്യാഖ്യാനം നൽകുന്നത്, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യവുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുന്നത്. പിന്നെന്താണ്, ഭഗവാന്റെ ദിവ്യനാമങ്ങൾ ജപിക്കുന്നതിന്റെ ബലത്തിൽ പാപം ചെയ്യുന്നത്. ഞാൻ നാമം ജപിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പാപപ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തെ വേദങ്ങളിലെ ഫലോദിഷ്ട കർമ്മങ്ങളിലെ ഒരു മംഗളകരമായ ചടങ്ങായി കരുതുന്നത്. എന്താണ്, കർമ്മകാണ്ഡം ആ ഒരു രീതിക്ക് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പിന്നെ അവിശ്വാസിയായ ഒരു വ്യക്തിയോട് ദിവ്യനാമത്തിന്റെ മഹാത്മ്യങ്ങൾ പറയുന്നത്, വിശ്വാസം ഇല്ലാത്ത ഒരാളിനോട് നമ്മൾ പറയരുത്. പിന്നെ ദിവ്യനാമ മഹാത്മ്യങ്ങൾ മനസ്സിലാക്കിയിട്ടും പൂർണ്ണ വിശ്വാസമില്ലാതെ വീണ്ടും ഭൗതികാസക്തി പുലർത്തുന്നതും അശ്രദ്ധമായി നാമം ജപിക്കുന്നതും അപരാധമാണ്. നമുക്ക് മഹാമന്ത്രത്തിന്റെ മഹാത്മ്യത്തിനെ കുറിച്ച് നമുക്ക് അറിയാം, എന്നിട്ടും നമ്മൾ എന്താണ്, ശ്രദ്ധയില്ലാതെ അല്ലെ നമ്മൾ നാമം ജപിക്കുന്നതും അപരാധമാണ്. ഈ കാര്യങ്ങൾ ചെയ്യാതെ, ഇതൊന്നും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, നാമം ശ്രദ്ധയോടുകൂടി ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഭഗവാന്റെ എന്താണ്, നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന വിഗ്രഹം അല്ലെ, അല്ലെങ്കിൽ ഭഗവാൻ വിഗ്രഹം എന്നല്ല നമ്മൾ പറയേണ്ട, ഭഗവാൻ നമുക്ക് ഡയറക്റ്റ് സേവ ചെയ്യാൻ, ഭഗവാനെ ഡയറക്റ്റ് സേവ ചെയ്യാൻ കഴിയാത്തത് കാരണം ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ നമ്മുടെ അടുത്ത് വരുന്നതാണ് സേവ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഭഗവാന്റെ മുമ്പിൽ നമുക്ക് നാമം ജപിക്കാം, ഭഗവാനെ ദർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രം എഴുതിയിരിക്കുന്ന അത് നോക്കി നമുക്ക് നാമം ജപിക്കാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് നാമം ജപിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ശ്രദ്ധയോടുകൂടി നാമം ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാൻ നമ്മളെ
സംരക്ഷിക്കും. ഭഗവാൻ നമ്മളെ മായയിൽ നിന്ന് അത്രയും നേരം നമുക്ക് എന്താണ് മായയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയും. അത് കഴിഞ്ഞ് നമുക്ക് ഈ 21-ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട്, ഉടൻ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രദീപ്തി സർവ്വദിശകളിലും പ്രസരിച്ചു. ജീവിത അപകടത്തിലാകുമെന്ന് ഭയപ്പെടും വിധം തീഷ്ണതാകയാൽ അർജുനൻ സ്വയം സമർപ്പണം ചെയ്ത് ശ്രീകൃഷ്ണ ഭഗവാനെ അഭിസംബോധന ചെയ്യാൻ ആരംഭിച്ചു. എപ്പോഴും അങ്ങനെയാണല്ലേ, ഏതാപത്തിലും ആ ബ്രഹ്മാസ്ത്രത്തിന് പ്രകാശം അത്രയും ഇതായിരുന്നു. ആ പ്രകാശം ഈ പാണ്ഡവരുടെ നേരെ വരുന്നത് കണ്ടിട്ട് അർജുനൻ എന്ത് ചെയ്തു? കൂടെ ഉണ്ടായിരുന്ന ഭഗവാനെ അഭിസംബോധന ചെയ്യാൻ ആരംഭിച്ചു. ഏത് ആപത്ഘട്ടത്തിലും എല്ലാവരെയും സംരക്ഷിക്കുന്ന ആരാണ്? ഭഗവാൻ തന്നെയാണ്. അർജുനന് പ്രത്യേകിച്ചും അതറിയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദുർവാസാവും 10,000 ശിഷ്യന്മാരുമായിട്ട് അവര് വനവാസത്തിലായിരുന്ന സമയം പാണ്ഡവരുടെ അടുത്ത് വന്നപ്പോഴും സംരക്ഷിച്ചത് ആരാണ്? ഭഗവാനാണ്. ഏത് ആപത്ഘട്ടത്തിലും കുരുക്ഷേത്ര യുദ്ധത്തിൽ തന്നെയും എല്ലാവരെയും വധിക്കാൻ കഴിഞ്ഞത് ആരുടെ ഇതുകൊണ്ടാണ്? ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അതുപോലെ ഏത് ആപത്ഘട്ടത്തിലും കുന്തി ദേവിയും പ്രാർത്ഥിക്കുന്നുണ്ട്, എന്താണ്, എനിക്ക് വീണ്ടും വീണ്ടും ആപത്ത് തരണേ എന്നാണ് കുന്തി ദേവി പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആപത്ത് ഉണ്ടാകുന്ന സമയത്ത് ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷനാവും. അവർക്ക് ദർശനം കൊടുക്കും, അവരെ സംരക്ഷിക്കുകയും ചെയ്യും. എല്ലാ സമയത്തും ഭഗവാൻ ഭക്തരുടെ കൂടെ ഉണ്ടാകും എന്ന് തെളിയിക്കുന്നതാണ്. അപ്പൊ അർജുനൻ എന്ത് ചെയ്തു? ഉടൻ തന്നെ ഭഗവാനെ അഭിസംബോധന ചെയ്യാൻ പ്രാർത്ഥിക്കാനാണ് ആരംഭിച്ചത്. അതുപോലെ എന്താണ്, നമുക്ക് പക്ഷെ അത്രയും ഇതായിട്ട് കുന്തി ദേവി പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാനുള്ള ഇത് ഉണ്ടായിട്ടില്ല, അല്ലെ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വിശ്വാസം നമുക്ക് എത്തിയിട്ടില്ല. പക്ഷെ പാണ്ഡവർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു, ഭഗവാൻ അവരെ എപ്പോഴും സംരക്ഷിക്കുമെന്ന്. അതുകൊണ്ടാണ് കുന്തി ദേവി അങ്ങനെ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഭഗവാൻ എപ്പോഴും എല്ലാവരുടെയും ഭക്തരുടെ വിശ്വാസപൂർവ്വം ഭഗവാനെ അങ്ങനെ നമ്മളും ആ രീതിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ദ്രൗപദി വസ്ത്രാക്ഷേപ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു, അല്ലെ? കാരണം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച സമയത്ത് ഉടൻ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? അളക്കാൻ പറ്റാത്ത അത്രയും സാരിയാണ് ദ്രൗപദിക്ക് കൊടുത്തത്, അല്ലെ? അതേപോലെ നമ്മൾ അത്രയും വിശ്വാസം, എന്നെ വേറെ ആരും സംരക്ഷിക്കാനില്ല, എന്നെ സംരക്ഷിക്കാൻ ആരാണുള്ളത്? ഭഗവാൻ മാത്രമാണ്. എനിക്ക് ഭഗവാനാണുള്ളത്, ഭഗവാന് ഇനി ഞാനാണുള്ളത് എന്നൊരു രീതിക്ക് നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇല്ലെങ്കിലും ഭഗവാൻ എന്താണ്, ആരോടും പാർഷ്യാലിറ്റി അങ്ങനെയൊന്നും കാണിക്കാമല്ലോ. ഭഗവാൻ എല്ലാവരെയും സംരക്ഷിക്കും. പക്ഷെ ഭക്തരോട് ഭഗവാന് കുറച്ച് കൂടുതൽ ഒരു ചെറിയൊരു ചായ്വ് ഭഗവാനുണ്ട്, അല്ലെ? ഭക്തരോട് എപ്പോഴും ഭഗവാന്റെ സന്തോഷം ചിന്തിക്കുന്നവരോട്. അത് വേറൊന്നിനും കൂടി നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഭഗവാനോട് അത്രയും സ്നേഹം കാണിക്കേണ്ടത്, അല്ലെ? ഭഗവാന്റെ അടുത്ത് നിന്ന് വിട്ടുവന്നവരാണ് നമ്മളെല്ലാവരും. തിരിച്ച് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകണം. ഭഗവാനും അതേപോലെ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, തിരിച്ച് എപ്പോഴാണ് എത്തുന്നത് എന്ന് വിചാരിച്ച്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാന്റെ നാമം ശ്രദ്ധയോടുകൂടി ജപിച്ച് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതേപോലെ അനുസരിച്ച് നമുക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോകണം. ഈ ദുഃഖാലയമായ ഈ ഭൗതികമായിട്ടുള്ള ലോകത്തില് ജീവിച്ച് വീണ്ടും ദുഃഖം അനുഭവിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? അപ്പോ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ മഹാരാജ് പറഞ്ഞതുപോലെ നമുക്ക് ശ്രമിക്കാം ഈ ജന്മത്തിൽ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് പോവാനായിട്ട്. ഹരേ കൃഷ്ണ. ഇത്രയും നേരം ഭഗവാന്റെ കാര്യങ്ങൾ പറയാനുള്ള അവസരം തന്നതിന് വളരെ നന്ദി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താം. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തില് അതായത് എന്താണ്, അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ വേണ്ടി ജലത്തിൽ സ്പർശിച്ച് മന്ത്രം ഉരുട്ടു. അപ്പൊ ആ ബ്രഹ്മാസ്ത്രം വരുന്നത് കണ്ട് അർജുനൻ ഭഗവാനെ സറണ്ടർ ചെയ്തു, ഭഗവാനോട് അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിക്കുക എന്നതാണ്. ഇനി അടുത്ത ശ്ലോകം തൊട്ട് അർജുനൻ പ്രാർത്ഥിക്കുന്നതാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ മാതാജി പ്രണാം. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ രസറാണി. ഹരേ കൃഷ്ണ മാതാജി. കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ഈ ആചമനം ചെയ്യുമ്പോ നമ്മളിപ്പോ ഗംഗാജലം എടുത്ത് ആചമനം ചെയ്യുമ്പോ നമ്മൾ ഈ അപപുത്രോവ ചൊല്ലണോ? അതിനെ ചോദിച്ചിട്ട് പറയുന്നേ. അതൊന്ന്. പിന്നെ അടുത്തത്, പിന്നെ
ഇപ്പൊ നമ്മൾ ഈ അർജുനൻ അണുവായുധം ആധുനിക ലോകം അർജുനൻ അണുവായുധം പിൻവലിക്കാൻ തുടങ്ങുമ്പം ഭഗവാന്റെ മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്തു. അത്ര മാത്രമേ ഉള്ളൂ. അതേസമയം ആധുനിക ലോകം അണുവായുധം ഉണ്ടാക്കാനായിട്ട് ടൺ കണക്കിന് പണം, അല്ലെങ്കിൽ അളവില്ലാത്ത പണം കൊണ്ടാണ് നമ്മൾ രാജ്യങ്ങൾ അണുവായുധം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതൊന്ന്. പിന്നെ ഇതിനകത്ത് ഇദ്ദേഹമില്ലേ, ബലി മഹാരാജാവ് ഭഗവാന് വാഗ്ദാനം ഭൂമി കൊടുക്കാന്ന്. അപ്പോഴ് ഇദ്ദേഹം ശുക്രാചാര്യർ വന്നിട്ട് പറയും, നീ ജലം ഉപയോഗിച്ച് ആചമനം ചെയ്തിട്ടില്ല, അതുകൊണ്ട് വാക്ക് മാറ്റാന്ന് എന്തോ പറയുന്നുണ്ടോ? ഓർമ്മയുണ്ടോ അത്? എന്നിട്ട് ആ ജലത്തിന്റെ ഇതിന്റെ അകത്ത് വന്ന് അടഞ്ഞിരിക്കും ശുക്രാചാര്യ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നീ ആചമനം ചെയ്യാതെയാണ്, അതായത് ജലം കൊണ്ട് ശുദ്ധീകരണം ചെയ്യാതെയാണ് വാക്ക് കൊടുത്തത്, അതുകൊണ്ട് നിനക്ക് വാക്ക് മാറാം എന്ന് പറയുന്നുണ്ട്. ഓർമ്മയുണ്ട്? അപ്പൊ ആചമനത്തിന്റെ ഇത്. പിന്നെ ഇനി എന്താ ഒന്നുകൂടെ ഓർമ്മിച്ച് വെച്ചിരുന്നു പറയാൻ. ഭഗവാനും ആരോടും പക്ഷപാതം ഇല്ലാന്ന് പറഞ്ഞു. ഭഗവാൻ പറയുന്നുണ്ട്, ആരോടും എനിക്ക് പക്ഷപാതം ഇല്ല, പക്ഷെ എന്റെ ഭക്തന്മാർക്ക് എന്നെ മറക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് അവനെ മറക്കാൻ പറ്റില്ല. ഹരേ കൃഷ്ണ. നന്നായിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. ഹരിപ്പോൾ ആചമനം ചെയ്യാം. മാജി വളരെ നന്ദി മാജി, നല്ല മനോഹരമായ ക്ലാസ് ആയിരുന്നു. നന്ദി മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ പ്രഭു. അതേപോലെ വൃന്ദാവനത്തിൽ മാജി പറഞ്ഞ ജലത്തിന്റെ മഹാത്മ്യത്തിനെ കുറിച്ച് പറഞ്ഞ മഹാബലിയുടെ വാമന ലീലയിലുള്ള ആ കാര്യവും വളരെ അർത്ഥവത്തായ ഒരു പോയിന്റാണ്. വൃന്ദാവനത്തിൽ മാജി. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് മാജി ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. വളരെ മനോഹരമായ ഒരു ബ്രഹ്മോത്സവം നമുക്ക് ഇന്ന് വൈകുന്നേരം മുതൽ ഇസ്കോൺ തിരുവനന്തപുരം പള്ളിച്ചൽ ടെമ്പിളിൽ വെച്ച്, കൃഷ്ണബലറാം ടെമ്പിളിൽ വെച്ച് നടക്കുന്നതാണ്. എല്ലാ മാന്യ ഭക്തജനങ്ങളും അവരുടെ കുടുംബസമേതം ഫ്രണ്ട്സ് സഹിതം ഈ മനോഹരമായ ഈ ബ്രഹ്മോത്സവം പ്രോഗ്രാമിന് 2 ദിവസം 3 നേരവും അവിടെ പ്രസാദമുണ്ട്. എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് വളരെ സന്തോഷത്തോടു കൂടി ആ ഹരിനാമ സങ്കീർത്തനത്തിൽ പങ്കെടുക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് നമ്മുടെ ഒരുമിച്ച് കൂടുന്ന ഈ ഭക്തജനങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഇന്ന് വൈകുന്നേരം മുതൽ തുടങ്ങുന്ന തിരുവനന്തപുരത്ത് ഉള്ള ഇസ്കോണിലുള്ള മനോഹരമായ ബ്രഹ്മോത്സവം പ്രോഗ്രാമിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ അപ്പൊ കൃഷ്ണ. നമുക്ക് ഇന്ന് വൈകിട്ട് ചൈതന്യ ചരിതാമൃതം ക്ലാസ് ഉണ്ടായിരിക്കില്ല. നാളെ രാവിലെ ഭാഗവതം ക്ലാസ്സും ഈവനിങ് ഉള്ള ചൈതന്യ ചരിതാമൃതം ക്ലാസ്സും ഉണ്ടാവില്ല. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. താങ്ക് യു സോ മച്ച് മാജി. ഇത്രയും വയ്യാണ്ടിരുന്നിട്ടും ക്ലാസ് എടുത്തതിന് വളരെ നന്ദി മാജി. നന്നായിട്ട് സുഖമില്ല എന്ന് മനസ്സിലായിട്ട് സോറി മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, ഇങ്ങനെ ഒരു അവസരം തന്നതിന്. അതുപോലെ തന്നെ എല്ലാവരും ബ്രഹ്മോത്സവത്തില് പങ്കെടുക്കുക. ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞ വലിയ ഭാഗ്യമാണ്. അപ്പൊ അത് ഒഴിവാക്കാതെ എല്ലാവരും പങ്കെടുക്കുക. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. വൈഷ്ണവ ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ മാജി. ക്ലോസ് ചെയ്യും. താങ്ക് യു മാജി.